നമുക്കിവിടെ മെയിൻലി ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സും ഉണ്ട്. ഫർണിച്ചർ, ലൈറ്റ്സ്, കർട്ടൻസ്, ബ്ലൈൻഡ്സ്, വാൾപേപ്പർ, ഡെക്കോർ, പിന്നെ പോട്ട്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. നമുക്ക് ഈസിലി വാഷബിൾ ആണ്. പിള്ളേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ വാഷബിൾ ആണ്. പിള്ളേരുടെ അടുത്തൊക്കെ ഉള്ളിടത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി ഒന്നും കൂടെ ബാക്കിലോട്ട് ഇത് പുഷ് ചെയ്ത് സീറ്റ് പുഷ് ചെയ്ത് ഫുള്ളായിട്ട് റിക്ലൈൻ ചെയ്യും. അതെ, ഡിഫറെൻറ്റ് ഡിസൈനാണ്. മെറ്റൽ ലെഗാണ്. ഇന്നൊരു ക്ലയൻറ്റ് പറഞ്ഞത് ഒരു അവതാർ മോഡൽ എന്നൊക്കെ ഒരു വാക്ക് ആദ്യമായിട്ട് ആ ക്ലയൻറ്റേ എന്ന് ഇങ്ങനെ പറഞ്ഞൊരു അവതാർ മോഡൽ ലൈറ്റ് ഇല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്തത്. എല്ലാം ക്രിസ്റ്റൽ ഗ്ലാസ്, അതേ ഈ സൗണ്ട് കേൾക്കുന്നത്. ഇതിനകത്ത് മറ്റേതുപോലെ തന്നെ ഒരു സ്മോക്ക് എഫക്റ്റ് ഉണ്ട്. ആ ഒരു സ്മോക്ക് എഫക്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ്. അതെ. ഇതൊക്കെ മീഡിയം സൈസാണ്. ഇതൊക്കെ ഒരു 3400 റേഞ്ചിലൊക്കെ വരും. അപ്പോൾ ഈ വലുതൊക്കെ വരുമ്പോഴത്തേക്ക് 4500, 4800 റേഞ്ചിലൊക്കെ വരും ഇത് വരുമ്പോൾ. പിന്നെ ചെറിയ സൈസിലുള്ളതുണ്ട്. ഇതിൻ്റെ ചെറിയ സ്മോളർ സൈസ് ഉണ്ട്. ഇത് 2500 റേഞ്ചിൽ വരും. അതെ, ഇതെല്ലാം ബാർ സ്റ്റൂൾസ് ആണ്. ബാർ സ്റ്റൂൾസ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയർസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇത് നമ്മുടെ വലിയ ലാർജ് റെസിഡൻസസിൽ, മെയിൻ സെൻട്രൽ സ്പേസസിനകത്ത്, ഏട്രിയംസിൽ, പിന്നെ പള്ളി അങ്ങനത്തെയൊക്കെയുള്ള സ്പേസസിൽ കൊടുക്കാൻ പറ്റിയ ഷാൻലിയർ ആണ്. ഇത് നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് ടൈപ്പാണ്. ഇത് ഫുൾ ഗ്ലാസ് ആണ്. CNC വർക്കിൽ ഗ്ലാസ്. ഇതിന്റെ ബാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്നത് വഴുതക്കാടാണ്. വഴുതക്കാട് ലാപ്പോഷ് എന്നുള്ളൊരു കമ്പനിയിലാണ്. അപ്പോൾ മെയിനായിട്ട് അവർക്കുള്ളത് നമുക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഒരു വീട്ടിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ അവരുടെ ഷോപ്പ്. മെയിനായിട്ട് നമ്മളൊരു പുതിയ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ അവിടെ യുണീക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് സ്വന്തമാക്കണമെന്ന് മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് പറ്റിയൊരു ഷോപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്പോഷിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ. അതെ, കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറാണ് എല്ലാം കാണാനായിട്ട്. ആക്ച്വലി നമുക്കൊരു ഒരു വീട് വയ്ക്കുമ്പം ഇത്തരത്തിലൊരു ലൈറ്റ് സ്വന്തമാക്കണമെന്ന് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളാണ്. അപ്പം നമുക്ക് ഈ ലാപ്പോഷിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ നമ്മുടെ ജെറി എന്ന് പറഞ്ഞ ചേട്ടനാണ്, ആർക്കിടെക്ചർ കൂടെയാണ്. അപ്പം പുള്ളിയെടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടനാണ് ഈ ഒരു ഷോപ്പിൽ നമ്മളോട് ഇതിനുള്ളത്. അപ്പം എന്തായാലും ചേട്ടാ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ്റെ പേരും ഈ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. എൻ്റെ പേര് ജെറി. നമ്മൾ ഇത് ലാപ്പോഷ് എന്നുള്ള സ്ഥാപനമാണ്. ലാപ്പോഷ് ഒരു ഇൻറ്റീരിയർ റീറ്റെയിൽ സ്റ്റോറാണ്. വഴുതക്കാടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വഴുതക്കാട് ഓൾ ഇന്ത്യ റേഡിയോ റോഡിൽ ആണ്. മെയിൻ റോഡ് സൈഡിലായിരിക്കും അല്ലേ? അതെ. നമുക്കിത് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് വരുന്നത് സാർ? നമുക്കിവിടെ മെയിൻലി ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സും ഉണ്ട്. ഫർണിച്ചർ, ലൈറ്റ്സ്, കർട്ടൻസ്, ബ്ലൈൻഡ്സ്, വാൾപേപ്പർ, ഡെക്കോർ, പിന്നെ പോട്ട്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മുതലേ എല്ലാ ഇൻറ്റീരിയറിന് വേണ്ട എല്ലാ വയ്ക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അതോ ഹോൾസെയിലായിട്ട് എന്തെങ്കിലും? നമുക്ക് റീറ്റെയിലാണ്, പക്ഷേ നമുക്ക് ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ്, പിന്നെ കോൺട്രാക്ടേഴ്സും ബിൽഡേഴ്സിനും ഒക്കെ നമുക്ക് സ്പെഷ്യൽ പ്രോജക്റ്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ബൾക്കായിട്ട് ഇത് വേണമെങ്കിൽ സ്പെഷ്യൽ റേറ്റിൽ അതെ അവരുടെ പ്രോജക്ട്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്കിപ്പോൾ ആദ്യം കാണുന്ന ഫർണിച്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ സോഫ കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മളിവിടെ വരുമ്പോൾ കയറി വരുമ്പോൾ കാണും. ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാം. ഇത് നമ്മുടെ ഒരു ആം ചെയർ ആണ്. ഇത് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് മെറ്റൽ ലെഗ്സ്, റൊട്ടേറ്റബിൾ ആണ്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സ് പൊസിഷനാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഓട്ടോമാനും ഉണ്ട്. ഇത് നമ്മുടെ എല്ലാം കൂടെ ഉള്ള പ്രൈസ് 39,000 വരും. ഇൻക്ലൂഡിങ് മാറ്റും കൂടെ. മാറ്റ് ഇല്ല, റഗ്ഗില്ല, നമ്മുടെ ഇത് രണ്ടും കൂടെ, ഫുഡ് സ്റ്റൂളും ഇതും കൂടെ. അപ്പോൾ ഫുഡ് സ്റ്റൂൾ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ടേബിളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാല് വെച്ച് നമുക്ക് ഇരിക്കാവുന്ന രീതിയിലും. പിന്നെ വേറൊരു കസ്റ്റമർ വേറൊരു ക്ലയൻറ്റുമായിട്ട് ആരെങ്കിലുമായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അതൊരു ചെയറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാമല്ലോ. ഫാബ്രിക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫാബ്രിക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫാബ്രിക്കിൻ്റെ വില അനുസരിച്ച് നമുക്ക് റേറ്റ് വ്യത്യാസം വരും. ഇത് നമ്മളിപ്പോൾ MRP പ്രൈസ് ആണ്. നമുക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്, ഡിസ്കൗണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത ഇതിലോട്ട് പോയാലോ. അടുത്ത മോഡൽ ഒരു സോഫ കിടപ്പുണ്ടല്ലോ. ഇത് കസാറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അത് നമുക്ക് 78,500 ആണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ്. ഇത് ടോട്ടൽ നമുക്ക് 6 സീറ്റർ ആണ്. എൽ ഷേപ്പ് സോഫയാണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. നമുക്കിത് ഇഷ്ടമുള്ള ഹൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇതെല്ലാം 6 അങ്ങനെ തന്നെ ചെയ്യാം, എക്സെപ്റ്റ് ഈ കോർണർ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക്. ഇത് നമ്മുടെ ഫാക്ടറി ചെയ്യുന്നതാണോ?
ഈ സോഫയൊക്കെ? നമുക്ക് ഇത് നമുക്ക് സപ്ലയർ തരുന്നതാണ്, ഇമ്പോർട്ടഡ് അല്ല, നമുക്ക് ഇവിടെ നാഷണലി ഇവിടെ ഇന്ത്യയിൽ തന്നെ ചെയ്യുന്നതാണ്, മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സെയിം തിങ് നമുക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സെയിം ഇതിന്. അതെ, ഇത് ഇപ്പം മഹാഗണി ആണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് എല്ലാം വരുന്നത്, വുഡൻ ഫ്രെയിം വർക്കാണ്. അതിൻ്റെ ലെഗ്സ് എല്ലാം മെറ്റൽ ഫ്രെയിം വർക്കാണ്. ഇതെല്ലാം PU ലെതറാണ്. ഇതിന് വാറണ്ടി നമുക്ക് മിനിമം 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു വുഡൻ പാനലൊക്കെ വരുന്നുണ്ടല്ലേ സൈഡിൽ? അതെ അതെ, വുഡൻ വർക്ക്. അത് മെഹാഗണി തന്നെയാണ്, പോളിഷ്ഡ് ആണ്. പിന്നെ വെയിറ്റ് നോക്കി അറിയാം, ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ഹെവിയാണ്. അല്ല, അത് സെപ്പറേറ്റ് ആണ്. അത് നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. സാധാരണ നമുക്ക് സിംഗിൾ ടേബിൾ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കോൺഫിഗറേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അടുത്തൊരു പ്രീമിയം ടൈപ്പ് കിടപ്പുണ്ടല്ലോ സോഫ. ഇത് അപ്പോൾസ്റ്റേർഡ് ആയിട്ടുള്ള ഇച്ചിരി കുറച്ചും കൂടെ ക്ലാസിക്കൽ, അത് കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു കളറും പേസ്റ്റൽ കളറാണ്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ട് വന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിനും സെയിം ഈ പറഞ്ഞ പോലെ സെയിം 6 സീറ്ററാണ്. നമുക്ക് ഇത് വരുമ്പോൾ കംപ്ലീറ്റ്ലി വുഡൻ ആയിട്ടുള്ള ഫ്രെയിം വർക്കാണ്, ഇൻക്ലൂഡിങ് ലെഗ്സ് വുഡൻ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതും അതുമാണ്, രണ്ടും നമുക്ക് PU മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി വാഷബിൾ ആണ്. പിള്ളേരൊക്കെ ഉള്ളിടത്താണെങ്കിൽ വാഷബിൾ ആണ്. പിള്ളേരുടെ അടുത്തൊക്കെ ഉള്ളിടത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് കുറച്ചും കൂടെ. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഈ 6 സീറ്റർ എന്നുള്ളത് നമുക്ക് സെയിം തിങ് മേ ബി 7 അല്ലെങ്കിൽ ആ 6 സീറ്ററിന് തന്നെ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ചെറുതാക്കി എടുക്കണമെങ്കിലൊക്കെ നമ്മൾ അവിടുത്തെ മെഷർമെൻറ്റ്സ് വന്ന് എടുത്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പ്രൈസൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 78,000 ഒക്കെ വരും. 78. ഇത് റിക്ലൈനർ നമ്മുടെ ഫാക്ടറി തന്നെ ചെയ്യുന്നതാണ്. കൊച്ചുവേളിയിലാണ് നമ്മുടെ ഫാക്ടറി. ഇവിടെ തന്നെ നമ്മൾ ചെയ്ത പ്രോഡക്റ്റാണ്. റിക്ലൈനറാണ്. ഇരുന്ന് നോക്കി ട്രൈ ചെയ്യാം. മാനുവൽ റിക്ലൈനറാണ്. അപ്പോൾ ഇത് 29,000 ആണ് ഇതിൻ്റെ പ്രൈസ്. അതെ അതെ, അവിടെ സ്വിച്ച് എൻ്റെ സൈഡിലാണ്. ഇനി ഒന്നും കൂടെ ബാക്കിലോട്ട് ഇത് പുഷ് ചെയ്ത് സീറ്റ് പുഷ് ചെയ്ത് ഫുള്ളായിട്ട് റിക്ലൈൻ ചെയ്യും. മാനുവലി ഇങ്ങനെ ചെയ്യാം. അതെ അതെ, ലോക്കുണ്ട്, ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അതിലെങ്കിൽ ഞെക്കിയാൽ മതി. ചെയ്യാൻ പറ്റും. പ്രായമുള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ, TV കാണാനും കാര്യങ്ങളൊക്കെ. ഇത് 29,000 ആണ് ഇതിൻ്റെ പ്രൈസ്. സിംഗിൾ പീസ് ആയിട്ടാണോ വരുന്നത്? ഇതുപോലത്തെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അതെ, ഇത് രണ്ടും ഇമ്പോർട്ടഡ് ഡൈനിങ് സെറ്റ്സ് ആണ്. ഇത് ആക്ച്വലി മാർബിൾ അല്ല, ഇത് ഗ്ലാസ് ടോപ്പാണ് ആക്ച്വലി. ഇതിൻ്റെ ടോപ്പിൽ ഇത് ഗ്ലാസ് ആണ്, ഇത് താഴെ ഉള്ളത് വുഡനാണ്. ആ, ഇത് കംപ്ലീറ്റ്ലി മാർബിൾ ആണ്. അതെ അതെ അതെ, സെയിം ഇത് തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി വുഡൻ ലെഗ്സ്, പിന്നെ ഒരു സൈഡ് ബെഞ്ചും മറ്റേ സൈഡ് ചെയർസും ആയിട്ടുള്ളൊരു പക്ക ക്ലാസിക്കലായിട്ടുള്ള ടഫ്റ്റഡ് ബാക്ക് റെസ്റ്റും ഒക്കെ ഉള്ള ഒരു ക്ലാസിക്കൽ മോഡലാണ്. ഇത് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അന്നേരം നമുക്ക് ഈ ടോപ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യാം, കാരണം ഇതിപ്പോൾ ഇമ്പോർട്ടഡ് ആണ്. നമുക്ക് ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് മാർബിൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് വാറണ്ടി ഉള്ളതാണ്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അതെ, ഡിഫറെൻറ്റ് ഡിസൈനാണ്. മെറ്റൽ ലെഗാണ്, ഫുള്ളി മെറ്റൽ ലെഗാണ്. അതിൻ്റെ ഒറ്റ ലെഗായിട്ടാണ്. ഇതിൻ്റെ കവറിങ് ആക്ച്വലി അകത്തെ മെറ്റലാണ്. ഇത് കവറിങ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഇതാണ്, പാനൽഡ് ആണ്, വുഡ് പാനൽഡ് ആണ്. അതിൻ്റെ ബേസിൽ ഈ പറഞ്ഞ പോലെ ഒരു മെറ്റൽ റിഫ്ലക്റ്റീവ് പീസും, പിന്നെ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് മാർബിളാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു ടെക്സ്ചർ അല്ല, കുറച്ചും കൂടെ ഇമ്പോർട്ടഡ് മാർബിളാണ്. ചെയറും ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സെറ്റിലുള്ളത് കംപ്ലീറ്റ്ലി അപ്പോൾസ്റ്റേർഡ് ആയിട്ടുള്ള PU ലെതറിലുള്ള. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ക്ലാസിക്കൽ മോഡൽ തന്നെയാണ്. അതിൽ ഫുള്ളി വുഡൻ ലെഗാണ്, മഹാഗണി വുഡൻ ലെഗും ഗ്ലാസ് ടോപ്പും ഉള്ളത്. പിന്നെ ഇത് 6 ചെയർസ് ഇൻക്ലൂഡഡ്. ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള മോഡലാണ്. ഇത് ചെയർസ് ലെതർ, PU ലെതറാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 54-55 റേഞ്ചിനകത്ത് നെഗോഷ്യബിൾ ആണ്. എല്ലാം MRP പ്രൈസാണ്. നമുക്ക് വേറെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേടാ, അടുത്തൊരു ഇത് വരുന്ന സെക്ഷൻ. അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ.
ഇപ്പോൾ ലാബോഷനകത്ത് വന്നപ്പോഴത്തേക്കും മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ്സും കാര്യങ്ങളാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ്സും സാധാ ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മെയിനായിട്ട് എങ്ങനെയാണ്? ഇമ്പോർട്ടഡ് ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ ഇങ്ങനത്തെ ഫിനിഷിനൊക്കെ അത് PVD കോട്ടഡോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറച്ചും കൂടെ പൗഡർ കോട്ടഡോ PVD കോട്ടഡ് ആയിരിക്കും. ഇവിടെ നാട്ടിൽ വരുന്നത് കൂടുതലും ചിലപ്പം ഈ പെയിൻറ്റഡ് ആയിരിക്കും, ഗോൾഡ് പെയിൻറ്റഡ് ആയിരിക്കും. അത് കുറേ നാൾ കഴിയുമ്പോൾ പോവുകയോ കുത്തിൽ വീഴുകയോ സ്ക്രാച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലൈഫ് ഉണ്ട്, ഇവിടെ ലോങ് ലാസ്റ്റ് ആയിട്ട് കിടക്കും. ഇവിടെ ഏതൊക്കെ കമ്പനിയാണ് കേട്ടോ ലൈറ്റ്സ്? നമുക്ക് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ്, അൺബ്രാൻഡഡ് ആണ്. പക്ഷെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് ഇവിടെ ലൂക്കർ ഉണ്ട്, പിന്നെ നമുക്ക് എൻലൈറ്റൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ലെറ്റ്ലം ഉണ്ട്, എയർഗ്ലോ ഉണ്ട്, പിന്നെ ലെഗോറോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, തിയോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള സാധനമാണ്. എല്ലാ പ്രൈസ് റേഞ്ചിലും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള. സ്റ്റാർട്ടിങ് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് എത്ര രൂപ വരെയായിരിക്കും? സ്റ്റാർട്ടിങ് നമുക്ക് സിംഗിൾ പെൻഡൻ്റ് ഒക്കെ ആണെങ്കിൽ സൈസ് അനുസരിച്ചും മെറ്റീരിയൽ അനുസരിച്ചും വേരിയേഷൻ വരും. തീരെ ചെറുതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2000 രൂപ 1500 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഇതുപോലത്തെ വലുതൊക്കെ ആണെങ്കിൽ 30,000-40,000 ആ റേഞ്ചിലോട്ട് വരും. പിന്നെ വലിയ ഷാൻഡിലിയറൊക്കെ ആണെങ്കിൽ 1 lakh and above വരാം. പിന്നെ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ഉള്ളതുണ്ടോ അതോ മറ്റേ? നമുക്ക് 3-in-1 ലൈറ്റ്സ് ഉണ്ട്, അത് ഇട്ട് കാണിക്കാം. 3-in-1 ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വാം, ന്യൂട്രൽ, കൂൾ ആയിട്ട് നമുക്ക് ലൈറ്റ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ PVD കോട്ടഡ് ആണ് ഈ ബ്രാസ് ഫിനിഷ്. അപ്പോൾ അത് നല്ല ലൈഫ് ഉണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട്. പിന്നെ ഇതെല്ലാം ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്, ക്രിസ്റ്റലാണ്. അതെ. പിന്നെ LED ലൈറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ സ്ട്രിപ്പ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ഇഷ്യൂ വന്നാലും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെക്കാനിസം ആണ്. വാറണ്ടിയും കാര്യങ്ങളും നമുക്ക് 1 year നമ്മുടെ തന്നെ ഉണ്ട്. നമുക്ക് അടുത്തൊരു മോഡൽ നോക്കിയാലോ? ഇത് നമ്മുടെ കുറച്ചൊരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു റേഞ്ചാണ്, യുണീക്കാണ്. അതെ. അപ്പോൾ ഇന്നൊരു ക്ലയൻറ്റ് പറഞ്ഞത് ഒരു അവതാർ മോഡൽ എന്നൊക്കെ ഒരു വാക്ക് ആദ്യമായിട്ട് ആ ക്ലയൻറ്റേ എന്ന് ഇങ്ങനെ പറഞ്ഞൊരു അവതാർ മോഡൽ ലൈറ്റ് ഇല്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്തത് ആക്ച്വലി. ഇതിന് പ്രൈസ് റേഞ്ച് എത്ര വരും? അപ്രോക്സിമേറ്റ്ലി ഒരു 13,800 ഒക്കെ വരും. ഇതിപ്പോൾ 3 പീസ് ആണ്. നമുക്ക് ഇതിന്റെ 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ കുറച്ച് ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ. അതെ അതെ, അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഈ പെൻഡൻ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ബെഡ് സൈഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡൈനിങ്ങിന്റെ 2 സൈഡിലിട്ട് നടുക്ക് ഫാനായിട്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ റിംഗ് ടൈപ്പ് ഇത് റിംഗ് ടൈപ്പ് ആണ്. ഇത് കുറച്ചൊരു പുതിയ മോഡലാണ്. ഇത് നമുക്ക് ഏത് രീതിയിൽ, ഇതിപ്പോൾ ഞങ്ങൾ ഈ പ്രൈസിൽ നമ്മൾ ഇതിൽ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ഡിസൈനിൽ നമുക്കിത് ഏത് ഹൈറ്റ് വരെയും കൊണ്ടുപോകാം. അതെ, ഇത് ഇനിയും താക്കാം, ഇനിയും നമുക്ക് താക്കാൻ പറ്റും. ഏത് ഡിസൈനിലും ഇടാം. ഇതിപ്പോൾ ഈ ഹൈറ്റിൽ കൊണ്ടുവന്ന് നിർത്തുക, അങ്ങനത്തെ പല പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട്. അതെ അതെ, അത് ഡിസൈൻ നമുക്ക് ഏത് രീതിയിലും ആണെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. വാം മാത്രമേ ഉള്ളൂ അതോ? ഇത് വാം മാത്രമേ ഉള്ളൂ. റിംഗ് ടൈപ്പ് മറ്റൊരെണ്ണം കിടപ്പുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇത് ഇത് ഇതാണ് മെറ്റലും പിന്നെ ഇത് ഗ്ലാസ് അല്ല, ഇത് ഇതാണ് PVC ആണ്. അകത്ത് LED ആണ്. ഇത് ഉണ്ട്. ഇത് വാം ആൻഡ് ന്യൂട്രൽ കൂടുതൽ അവൈലബിൾ ആണ്. ഉണ്ട്. ഇതിലും അതിലും ഉണ്ട്. കാണിച്ചു തരാം. വൈറ്റ്, ന്യൂട്രല്, വാം, 3 കളേഴ്സാണ്. മറ്റേതിലും ആ അവതാർ ലൈറ്റ് എന്ന് പറഞ്ഞതിനകത്തും ഉണ്ട്. അതിലും ഉണ്ടല്ലേ? അതിലും വാം, ന്യൂട്രല്, വൈറ്റ്. ഇവിടെ പ്രത്യേക മോഡൽ മുത്ത് വരുന്ന ഒരു ടൈപ്പ്. അതെ, ഇതും ഈ നേരത്തെ പറഞ്ഞ 3-in-1 ലൈറ്റ് ഉള്ളതാണ്. ഇതിപ്പോൾ വൈറ്റ് ആണ് കിടക്കുന്നത്. വൈറ്റ്, വാം, ന്യൂട്രലുണ്ട്. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ PVD കോട്ടിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്നതിൽ ഇതിൽ നമുക്ക് വേറെ ഷോക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. LED ആണ്. അതൊരു ഈ പറഞ്ഞ പോലെ ഇത് മറ്റേ DC കറണ്ടിൽ ആണ് ഓടുന്നത്, അതുകൊണ്ട് നമുക്കിത് ഷോക്ക് അടിക്കത്തില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ബൾബും ഇത് വന്നു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യും. സിംഗിൾ LED ആണ്. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് എത്രയാണ് പ്രൈസ് റേഞ്ച്? നമുക്ക് ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 38 വരുന്നുണ്ട്. ഇത് 38 നെഗോഷ്യബിൾ ആണ്. ഇത് ഇമ്പോർട്ടഡ് ടൈപ്പ് തന്നെയാണ്, ഇമ്പോർട്ടഡ് മോഡലാണ്. ഇത് പിന്നെ ആ കേർവ്ഡ് ആയതുകൊണ്ടും കേർവിൽ CNC ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ പ്രൈസ് വന്നിരിക്കുന്നത്. അതെ 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 അതെ, അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസത്തിൻ്റെ തന്നെ. ഇത് ഒരു പുതിയ മോഡലാണ്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് ആണ്.
ഇതിൽ ആക്ച്വലി മറ്റേ ഗ്ലാസ് എച്ചിങ് അകത്ത് വർക്ക് ചെയ്തിട്ട് അതിൽ ലൈറ്റ് LED ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് താഴെയാണ് ഈ പാറ്റേൺ നമുക്ക് കൂടുതൽ ഇതായിട്ടിരുന്നത്. അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസോ അങ്ങനത്തെ സ്പേസിലൊക്കെ ഇപ്പോൾ ഡബിൾ ഹൈറ്റ് സ്പേസ് അങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോഡിയാട് താഴെ വല്ലതും കിട്ടുന്ന പാറ്റേൺ നമുക്ക് ഫ്ലോറിൽ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് പ്രൈസ് ഇപ്പോൾ ഇത് 33,500 ആണ്. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇച്ചിരി പൊക്കി വെച്ചിരിക്കുന്നത് ഇതിലും താക്കാം. അതെ അതെ അതെ. ഇത് നമുക്ക് ഗ്ലാസ് ആണല്ലോ ഫ്രണ്ട് വരുന്നത്. ഇത് ഫുൾ ഗ്ലാസ് ബോളാണ്, നല്ല വെയിറ്റും ഉണ്ട്. വേറെ പ്രോഡക്റ്റ് ഇരിപ്പുണ്ടല്ലോ മൈക്കിന്റെ ഒരു ടൈപ്പ്, അതെന്താണ്? ഇത് നമ്മുടെ ഒരു ഫ്ലോർ ലാമ്പാണ്. ലാമ്പാണ് ഇത്. നമുക്ക് മൈക്ക് പോലെ തന്നെ എടുത്ത് ഇത് ചെയ്യാം. അപ്പോൾ ഒരു ടോർച്ച് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അത് കണക്ട് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ ഒരു ഫ്ലോർ ലാമ്പ് പോലെ നമുക്ക് ലൈറ്റ് ഇത് ചെയ്യാം. നോർമൽ മൈക്കിന്റെ. അതെ അതെ അതെ, ഇതെല്ലാം ക്രിസ്റ്റൽ ഗ്ലാസ്. അതെ, ഈ സൗണ്ട് കേൾക്കുന്നത്. ഇതിനകത്ത് മറ്റേതുപോലെ തന്നെ ഒരു സ്മോക്ക് എഫക്റ്റ് ഉണ്ട്. ആ ഒരു സ്മോക്ക് എഫക്റ്റിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ്. അതെ അതെ അതെ. ഇത് മൈക്ക് പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എടുക്കാം, ടോർച്ച് പോലെ വയ്ക്കാം. രീതിയിലുള്ള പരിപാടിയുണ്ട്. ക്രിസ്റ്റൽ ഷാൻഡിലിയർ ആണ്. അതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഏകദേശം ഈ ക്ലാസിക്കൽ ഡിസൈൻ തന്നെ ആണെങ്കിലും കുറച്ചും കൂടെ മോഡേണൈസ് ചെയ്തിരിക്കുകയാണ്. പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്, LED പ്രൊഫൈൽ ലൈറ്റിംഗ് വെച്ചിട്ട് ആ സെയിം പാറ്റേൺ തന്നെ ക്ലാസിക്കലിൻ്റെ തന്നെ മോഡേൺ വെർഷനാണ്. ഇത് നമുക്കൊരു പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇത് 25 വരുന്നുണ്ട്, 25,000 വരുന്നുണ്ട്. അതെ അതെ ക്രിസ്റ്റൽ വർക്ക് കൊടുക്കാതെ അതെ. അപ്പോൾ അത് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. അത്രയും ലോക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്നാൽ ക്ലാസിക്കൽ ഫീൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ, ലൈറ്റ് തരുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇതൊരു ഷോ പീസാണ്. അപ്പോൾ ഷോ പീസാണ്. അപ്പോൾ അത് നമുക്ക് ലിവിംഗ് റൂമിൻ്റെ ഒരു കോർണറിൽ അല്ലെങ്കിൽ ബെഡ് സൈഡിൻ്റെ സൈഡിലായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബെഡ് സൈഡ് റീഡിങ്ങിനൊക്കെ നമുക്ക് ആപ്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഷോ പീസാണ് കൂടുതൽ. ഈ ഒരു ലൈറ്റ് എഫക്റ്റേ കിട്ടത്തുള്ളൂ. അതെ അതെ. ഇതൊരു ജസ്റ്റ് ഒരു ആംബിയൻ ലൈറ്റ് മാത്രമാണ്, പിന്നെ ഷോ പീസുമാണ്. അതിന്റെ വേറൊരു മോഡലാണല്ലേ? അതിന്റെ വേറൊരു കളറാണ്. ഇത് ഗോൾഡ്, അത് റോസ് ഗോൾഡ് ഷെയ്ഡ്. നമുക്ക് അടുത്ത ലൈറ്റ്സിന്റെ വെറൈറ്റിയിൽ ഓൾ ലൈറ്റ്സ് ആണല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് അതിന്റെ വെറൈറ്റി ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാം ഇതെല്ലാം ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്, ഇമ്പോർട്ടഡ് അല്ല, ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. ഇതെല്ലാം PVD കോട്ടഡ് ആണ്. ഇത് MS ആണ്. MS PVD കോട്ടഡ് ആണ്. പക്ഷേ PVD ആയതുകൊണ്ട് നമുക്ക് തുരുമ്പിക്കത്തില്ല, അതിൽ ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ലൈറ്റ് തരുന്നതിനേക്കാളും കൂടുതൽ ഒരു ആംബിയൻറ്റ് ലൈറ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഫോയർ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻട്രൽ സ്പേസ് അല്ലെങ്കിൽ നമുക്ക് ഇതിന് മൾട്ടിപ്പിൾ 2-3 ഇതായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റെപ്പിൻ്റെ സൈഡിൽ അങ്ങനെ നമുക്ക് സ്റ്റെയർ കേസ് പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഇതിൻ്റെ ഒരു 3,000, 4,000, 1,000 ഇതൊക്കെ 1,400 ആണ് അത്. അപ്പം 1,400 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പ്ലസ് ഇതൊക്കെ 4,000 ഒക്കെ വരുന്നുണ്ട്. 4,500 ഒക്കെ വരുന്നുണ്ട്. കസ്റ്റമറിന് സിമിലർ ആയിട്ടുള്ള ഒരു 4-5 പീസ് വേണമെന്ന് പറഞ്ഞാൽ എടുക്കാനുണ്ടല്ലോ. നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അധികം വരാത്തൊരു ടൈപ്പാണ്. ഇത് റോപ്പിന്റെ ഡിസൈൻ ചെയ്തിട്ട്. അതെ, അതൊരു അതെ അതെ. ഇത് പിന്നെ താഴെ ബ്ലാക്ക് അവര് സ്മോക്ക് ചെയ്ത് മേളിലോട്ട് ഈ ബ്രാസ് കളർ വന്നിട്ട് അങ്ങനെ ഒരു ഗ്രേഡിയന്റ് പോലെ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ. അത് കൂടുതൽ ഈ റെസ്റ്റോറൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഔട്ട്ഡോർ ലൈറ്റിങ്ങിനൊക്കെ അതെ ഫോക്കസ് ചെയ്താണ്. ഇത് മേളിൽ വുഡാണ്, ഇത് ടോപ്പിൽ വുഡാണ്, അതിൻ്റെ ഹോൾഡർ വുഡാണ്. അപ്പോൾ വുഡിൽ തന്നെ അത് കുറച്ച് എച്ചിങ് വർക്കൊക്കെ ഉണ്ട്. കുറച്ച് ഡീറ്റെയിൽ നല്ല ലൈറ്റാണ്. കുറേ പാറ്റേൺസ് ഉണ്ട്. കാണാൻ ഭംഗിയുണ്ട്. ചേട്ടാ ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ആണ്. ഇത് ഇമ്പോർട്ടഡ് ലൈറ്റ്സ് ആണ്. ഇത് കുറച്ചും കൂടെ ക്ലാസിക്കൽ മോഡൽസ് ആണ്. കുറച്ച് ക്ലാസിക്കൽ ഡിസൈൻ ആയിട്ടുള്ള വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള വീടുകൾക്കാണെങ്കിൽ കൊളോണിയൽ സ്റ്റൈലൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് എടുക്കാൻ പറ്റും. ഇതെല്ലാം അങ്ങനത്തെ ഒരു മോഡൽസ് ആണ്. അതെ 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 അതെ. ഇത് നമുക്കൊരു 2,500 തൊട്ട് നമുക്കൊരു 6,000 വരെയൊക്കെ ഉണ്ട്. ഡിസൈൻ അനുസരിച്ചിട്ട് വരും. ഇതൊക്കെ ഒരു 6,000. അതെ, ബേസ് മോഡൽ 2,000-2,500 റേഞ്ചിൽ വരും. നേരത്തെ പോലത്തെ ടൈപ്പ് ലൈറ്റ് തന്നെയാണ്. നമുക്ക് മറ്റേ DC കറണ്ട് ആയതുകൊണ്ട് നമുക്ക് ഷോക്കും കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ അതൊരു കുറച്ചും കൂടെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ്. ഇത് രാത്രി
വേറെ ലൈറ്റ് ഒന്നും ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ ഭംഗി. ഓരോ ഇൻഡിവിജ്വൽ LED ആയിട്ട് കാണുമ്പോൾ റെസ്റ്റോറൻറ്റിൽ യൂസ് ചെയ്യാം. അതെ അതെ. പിന്നെ ഡൈനിങ്ങിന് മേളിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ സർക്കിൾ സ്ഫിയർ ഉണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഒരു റെക്ടാങ്കുലർ ലൈറ്റും ഉണ്ട്, സെയിം മോഡലിൽ തന്നെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ലാർജർ ലൈറ്റ്സ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് ഒരു 56 ഒക്കെ വരും, 56,000 ഒക്കെ വരും. ഇത് അല്ല, ഇത് നമുക്ക് പൗഡർ കോട്ടഡ് ആണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇത് നമുക്ക് പല മോഡലിലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് പാറ്റേൺ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഡിസൈൻ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ലൈറ്റ്സ് വരുന്ന മോഡലാണ്. നേരത്തെ കാണിച്ച ഇതിനകത്ത് തന്നെ കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ. ഇപ്പോൾ ഇത് കുറച്ച് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. പിന്നെ ഫ്ലവർ ഡിസൈൻസിലുള്ളതുണ്ട്, ചില ലീഫ് പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ സിംഗിൾ ലൈറ്റ് ആണ്. ഇത് LED ആണ്. LED ആണ്. ഇതൊക്കെ ഒരു സൈസ് അനുസരിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഈ ഒരു മീഡിയം, ഇതൊക്കെ മീഡിയം സൈസാണ്. ഇതൊക്കെ ഒരു 3,400 റേഞ്ചിലൊക്കെ വരും. അപ്പോൾ ഈ വലുതൊക്കെ വരുമ്പോഴത്തേക്ക് 4,500 4,800 റേഞ്ചിലൊക്കെ വരും ഇത് വരുമ്പോൾ. പിന്നെ ചെറിയ സൈസിലുള്ളതുണ്ട്. ഇതിൻ്റെ ചെറിയ സ്മോളർ സൈസ് ഉണ്ട്. ഇത് 2,500 റേഞ്ചിൽ വരും. അതെ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോമ്പിനേഷൻസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് ആണ്. എല്ലാം ഇൻഡോർ ആണ്. വരാന്തയിലും അങ്ങനെ കോർട്ട്യാർഡ്സിൽ ഇതിൽ കൊടുക്കാം. പക്ഷെ ഡയറക്റ്റ് ഇതിലോട്ട് പറ്റുന്നില്ല. ഇത് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ആണ്. ടേബിൾ ലാംപ്സ്, ക്രിസ്റ്റൽസ്, പിന്നെ വാസസ്, കാൻഡിൽ സ്റ്റാൻഡ്സ്, ടേബിൾ ടോപ്പ് ക്ലോക്സ്, പിന്നെ കാൻഡിൽ ഹോൾഡേഴ്സ്. അല്ല, ഇതെല്ലാം ഇന്ത്യൻ ആണ്. ഏതാണ്? ഇത് സെറാമിക് ആണ്. അതെ. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 450 റുപ്പീസ് ഒക്കെ വരും. ഈ ഒരു മോഡൽ 450, 450 രൂപ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലും പോകുന്നത്. അതെ, അഫോർഡബിൾ പ്രൈസ്. അതെ അതെ. ഇതൊക്കെ കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ടുള്ള മോഡൽസ് ആണ്. ഇത് ഈ ടൈപ്പൊക്കെ. ഇത് കാൻഡിൽ ഹോൾഡേഴ്സും അങ്ങനത്തെ ഇതാണ്. അതിന്റെ താഴെ കാണുന്ന കൊള്ളാമല്ലോ. ഇതും വേസ് തന്നെ. ഇത് അല്ല, സെറാമിക് അല്ല, ഇത് മറ്റേ ഫൈബർ. ഇത് വരുമ്പോഴത്തേക്ക് 2,800 വരുന്നുണ്ട്. ഇത് ലൈറ്റ് വരുന്ന സംഭവമാണല്ലേ? അതെ അതെ. അത് നമുക്ക് ലൈറ്റ് ഉള്ളതാണ്. ടേബിൾ ലാമ്പാണ്. ഇതും ലൈറ്റ് ഉള്ളതാണ്. ഇത് ടേബിൾ ലാമ്പാണ്. പിന്നെ അതും വേറൊരു മോഡലാണ്. ഇതെല്ലാം ബാർ സ്റ്റൂൾസ് ആണ്. ബാർ സ്റ്റൂൾസ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയർസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓരോന്നും ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് PU ലെതറാണ്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്ഡോറൊക്കെ യൂസ് ചെയ്യാവുന്ന PVC വ്യൂ ആണ്. അപ്പോൾ ഇത് PVC ആണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ മഴ നനഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബേസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് വരുമ്പോൾ ഫാബ്രിക്കാണ് ഇത് വരുന്നത്. ഇതും അതെ അതെ. ഇത് പിന്നെ ഇതും ഇതിൻ്റെ വേറൊരു മോഡലാണ്. ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റിയ PVC ടൈപ്പാണ്. ഇത് പിന്നെ കുറച്ചും കൂടെ ഒരു ലെഗ് അതിൻ്റെ വരുമ്പോഴത്തേക്ക് ബ്രാസ് ഫിനിഷാണ് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ. സ്റ്റെയിൻലെസ് സ്റ്റീൽ PVD കോട്ടഡ് ആണ്. ഇതൊക്കെ പ്രൈസ് വരുമ്പോൾ ഏകദേശം ഇതൊക്കെ ഒരു ഈ ഔട്ട്ഡോർ ടൈപ്പൊക്കെ 4,800 വരുന്നുണ്ട്. ഇതൊക്കെ ലെതർ ടൈപ്പൊക്കെ വരുമ്പോഴത്തേക്ക് 9,800 ഒക്കെയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ PVD കോട്ടഡ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 6,750 വരുന്നുണ്ട്. ഇത് ബാൽക്കണിയിൽ, ഇത് കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പുറത്തിടാം, ബാൽക്കണിയിൽ ഇടാം, പുറത്തിടാം. ഇതിന് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കവറാണ്, കുഷൻ കവറാണ് ഇടുന്നത്. പിന്നെ ഇതെല്ലാം PVC ആണ്. അതെ അതെ. പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഇതൊരു 110 to 120 kg വരെ നമുക്ക് ഇതിനകത്ത് താങ്ങാൻ പറ്റും. വേറെ ഡിസൈൻ വരുന്നുണ്ടോ? വേറെ ഡിസൈനും വരുന്നുണ്ട്. വേറെ ഡിസൈനും വേറെ കളേഴ്സും വരുന്നുണ്ട്. PVC ആണ്. കളേഴ്സും വേറെ വരുന്നുണ്ട്. സിംഗിൾ ഹാങ്ങിങ് ആണ്. വേറെ ഇതില്ല, ഒറ്റ ഫ്രെയിമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സ്പേസ് എടുക്കത്തില്ല. ഈ ടൈറ്റ് ആയിട്ടുള്ള ബാൽക്കണിയിലൊക്കെ ആണെങ്കിൽ കോർണറിലൊക്കെ ഇടാൻ പറ്റുന്ന സ്പേസ് എടുക്കും. ഇതൊക്കെ വരുമ്പോൾ 19,000 ഒക്കെ വരും. നമ്മുടെ കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നെഗോഷ്യബിൾ ആണ്.
ഇത് നമ്മുടെ വലിയ ലാർജ് റെസിഡൻസസിൽ മെയിൻ സെൻട്രൽ സ്പേസസിനകത്ത് ഏട്രിയംസിൽ പിന്നെ പള്ളി അങ്ങനത്തെയൊക്കെയുള്ള സ്പേസസിൽ കൊടുക്കാൻ പറ്റിയ ഷാൻലിയർ ആണ്. ഇത് മൊത്തം ഒരു 20 ലെയറിലുള്ള ക്രിസ്റ്റൽസ് ആയിട്ടാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് LED ബൾബ്സ് ഇത് ക്യാൻഡിൽ ബൾബ്സ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഒരു 6 ലെയറിലുള്ള ബൾബ്സ് ഉണ്ട്. അതെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു കവറേജ് ഉള്ള ഒരു സ്പേസ് ആണ്. ടോട്ടൽ ഹൈറ്റ് വരുമ്പോൾ ക്രിസ്റ്റലിൻ്റെ മാത്രം 6 അടി ഉണ്ട്. അതിൻ്റെ ഒരു വലിപ്പം വരുമ്പോഴത്തേക്ക് ഒരു 4 ഫീറ്റ് വരുന്നുണ്ട്, 1.2 മീറ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് സുഖമായിട്ട് മാറ്റാം. ഇതെല്ലാം ഓരോ സ്ക്രൂ ആണ്, അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് ബൾബ് മാറ്റണമെങ്കിൽ മാറ്റി, നോർമൽ ബൾബ് തന്നെ നമുക്ക് ഇടാൻ പറ്റും. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു 1.4 വരുന്നുണ്ട്, 1.48 ലാക്സ് വരുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. അതിന് പിന്നെ സ്കഫോൾഡിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഒരു ഹെൽപ്പ് വരുന്നത്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതെ, ഇതിനകത്ത് ഇപ്പോൾ 2 ടൈപ്പ് ഗ്ലാസ് ആണ്, ഒരു ഗ്രേ ഗ്ലാസും ഒരു പ്ലെയിൻ ഗ്ലാസ്സും ആണ് ക്രിസ്റ്റൽ. അതാണ് എൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഒരു ഗ്രേ കളറും ഉണ്ട്, ഒരു ക്രിസ്റ്റൽ കളർ പ്ലെയിൻ കളറും ഉണ്ട്. അതെ. ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ്. ഇത് വേറൊരു മോഡലാണ്, കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആണ്. ഇത് പൗഡർ കോട്ടഡ് ആണ്. ഇത് പക്ഷേ മെറ്റൽ അല്ല, PVC ആണ്. ഇതും നമുക്ക് വാളിൻ്റെ സൈഡിലോട്ട് ചേർന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ LED ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്പ്രെഡ് വരുന്നുണ്ട്, വാളിലോട്ട് ഇത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ആയതുകൊണ്ടും ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം നമുക്ക് ഭയങ്കര ബ്രൈറ്റ് ആണ്. ഇത് ചെറിയ മോഡലാണെങ്കിൽ പോലും ഭയങ്കര ബ്രൈറ്റ് ആണ്, വെട്ടം കൂടുതൽ. ചേട്ടാ, നമ്മളിപ്പോൾ കണ്ണിനെല്ലാം ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ചെറിയ പൊട്ടൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ നമുക്കിവിടെ സ്റ്റോക്ക് ഉള്ളതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ചില മോഡൽസ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും, നല്ല ടൈം വരും. മറ്റേ ലീഫ് പ്രിൻ്റാണ്, ഇത് ഡിസൈനാണ്, മോൺസ്റ്റർ ലീഫ് എന്ന് പറഞ്ഞാൽ. ഇത് ബട്ടർഫ്ലൈ മോഡലാണ്. ഇത് നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് ടൈപ്പാണ്. ഇത് ഫുൾ ഗ്ലാസ് ആണ്, CNC വർക്കിൽ ഗ്ലാസ്. ഇതിൻ്റെ ബാക്കിംഗ് എന്ന് പറയുന്നത് പ്ലൈവുഡ് ബാക്കിംഗ് ആണ്. അതിലും CNC വർക്ക് ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ്. ഇത് നമ്മുടെ കോപ്പർ ഗ്ലാസ്, ഇത് പ്ലെയിൻ ഗ്ലാസ്. ലൈറ്റ് ഒന്നും വരുന്നില്ല. ഇതൊരു ഹൈലൈറ്റ് പീസായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ.